ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി എത്ര വൈകിട്ടും ജോലിക്ക് പോകാത്തത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനായി തുടങ്ങുകയാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഭഗവാനെ ഇവനെ ഞാൻ എങ്ങനെ ഇപ്പോൾ പറഞ്ഞയക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ റൂമിൽ പോയി നോക്കൂട്ടോ. അപ്പോൾ സച്ചിയാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വേഗം തന്നെ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ ഞാൻ പറഞ്ഞതല്ലേ എല്ലാ തടസ്സങ്ങളും മാറ്റി തരണേ എന്ന്, അവനെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കണേ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് വേഗം തന്നെ രേവതിയുടെ അടുത്തേക്ക് പോയിട്ട് പറയും, നീ ഇന്ന് സച്ചി ജോലിക്ക് പോകണില്ലേ ചോദിക്കും. അപ്പോൾ സച്ചി ജോലിക്ക് പോകുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചായിരിക്കും. അല്ല അവൻ ഇത്ര നേരമായിട്ട് എന്താ പോവാത്തേ ചോദിക്കുമ്പോൾ സച്ചിയേട്ടന് 10 മണിക്കാണ് ഓട്ടം ഉള്ളത്, അപ്പോൾ ആ സമയത്തേക്ക് പോകണ്ടുള്ളൂ പറയും. 10 മണിക്ക് ഓട്ടം വിളിച്ചിട്ട് എന്തിനാ വൈകാൻ നിൽക്കണേ, അവന് നേരത്തെ പൊക്കൂടെ, അപ്പോൾ നേരത്തെ ജോലിക്ക് വേറെ ഒരു ഓട്ടം കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ, ഇപ്പം അവന് പോകാൻ മടിയുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയട്ടോ. അപ്പോൾ രേവതി പറയും, അങ്ങനെയൊന്നുമില്ല, സച്ചേട്ടന് പോകാൻ മടിയൊന്നുമില്ലല്ലോ അമ്മയെന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ രേവതിയോട് പറയും, നീ വേഗം തന്നെ ഭക്ഷണം എടുക്കുക, അവന് ഭക്ഷണം കൊടുക്കാം, എന്നിട്ട് അവന് വേഗം പറഞ്ഞേക്കാൻ നോക്ക്, ജോലിക്ക് പോകാൻ അങ്ങനെ മടി പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ തന്നെ സച്ചി റെഡിയായി വരുന്നുണ്ടാവും. അപ്പോൾ വേഗം തന്നെ സച്ചിക്ക് എല്ലാം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ സച്ചി ചോദിക്കും, ഇതെന്താ പറ്റിയത്, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അമ്മയ്ക്ക്, അല്ലാണ്ട് എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കാൻ സാധ്യതയില്ലല്ലോ. എന്നിട്ട് രേവതിയോട് ചോദിക്കും, രേവതി എൻ്റെ മുഖം സുധിയുടെ മുഖം പോലെയൊന്നും തോന്നണില്ലല്ലോ എന്നൊക്കെ ചോദിക്കട്ടോ. അങ്ങനെ സച്ചിനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആക്കി കൊടുത്തിട്ട് ചന്ദ്ര പറഞ്ഞു വിടുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ വീണ്ടും വീട്ടിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക. സുധി ഞാൻ പോവുക എന്ന് പറയാൻ വേണ്ടി ഒരു തവണ വന്നു, പിന്നെ ശ്രുതിയോട് പറയാൻ വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം അയ്യോ എനിക്ക് ബാത്റൂമിൽ പോകണേ എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറാണ്. അങ്ങനെ റൂമിൽ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മുടെ ശ്രീകാന്തും വർഷയെത്താണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനാവും കേട്ടോ. സച്ചിനെ ഇവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ സച്ചിനെ അവിടെ പൂട്ടിയിടുകയാണ് റൂമിൽ. എന്നിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് ശ്രീകാന്തിനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.